സൽമാന്റെ വേഫർ ഫിലിംസിന്റെ പേരിൽ കാസ്റ്റിംഗ് കൗച്ച് നടത്തിയെന്ന ആരോപണത്തിൽ അസോസിയേറ്റ് ഡയറക്ടർ ദിനിൽ ബാബുവിനെതിരെ നിയമ നടപടി. തേവര പോലീസ് സ്റ്റേഷനിലും ഫെഫ്കയ്ക്കും വേഫർ ഫിലിം പരാതി നൽകി. ദിനിൽ ബാബുവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കമ്പനി വ്യക്തമാക്കുകയും ചെയ്യുന്നു. വേഫെയർ ഫിലിംസിന്റെ പുതിയ ചിത്രം വരുന്നുണ്ട്, അതിൽ അഭിനയിക്കാൻ അവസരം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ദിനിൽ ബാബു എന്ന ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഒരു പെൺകുട്ടിയെ വിളിച്ചു വരുത്തുന്നു. വേഫെയർ ഫിലിംസിന്റെ ഓഫീസിന്റെ അടുത്തുള്ള മറ്റൊരു കെട്ടിടത്തിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ വെച്ച് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇക്കാര്യത്തിൽ ഈ സംഭവം പറഞ്ഞുകൊണ്ട് പെൺകുട്ടി എറണാകുളം സൗത്ത് പോലീസിൽ പരാതി നൽകി. ആ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷണം നടത്തുകയാണ് ദിനിൽ ബാബുവിനെതിരെ. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ദിനിൽ ബാബുവിനെതിരെ നിയമ നടപടിയുമായിട്ട് വേഫെയർ ഫിലിംസ് തന്നെ വരുന്നത്. വേഫെയർ ഫിലിംസിന്റെ പേര് ദുരുപയോഗിച്ചു എന്നുള്ളതാണ് അവരുടെ പരാതി. ദിനിൽ ബാബുവിന് വേഫെയർ ഫിലിംസുമായോ അല്ലെങ്കിൽ വേഫെയർ ഫിലിംസ് നിർമ്മിക്കുന്ന സിനിമകളുമായോ യാതൊരു ബന്ധവുമില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. നേരത്തെ ഒരു ചിത്രത്തിലും ദിനിൽ ബാബു വേഫെയർ ഫിലിംസിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല. തങ്ങളുടെ പേര് ദുരുപയോഗിച്ച് കാസ്റ്റിംഗ് കൗച്ചിന് വേണ്ടി ദിനിൽ ബാബു ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ള പരാതി ഫെഫ്കയ്ക്കും അതേപോലെ തേവര പോലീസിലും നൽകിയിരിക്കുകയാണ് ഇപ്പോൾ വേഫെയർ ഫിലിംസ്. വേഫെയർ ഫിലിംസ് ഇങ്ങനെ ആരെങ്കിലും കാസ്റ്റിംഗ് കോളുകൾക്ക് വേണ്ടി ഏൽപ്പിക്കാറില്ല. അത് നേരിട്ട് ഒന്നുകിൽ വേഫെയർ ഫിലിംസിന്റെ പേജുകളിൽ അല്ലെങ്കിൽ ദുൽഖർ സൽമാന്റെ പേജുകളിൽ ഇത്തരത്തിലാണ് വേഫെയർ ഫിലിംസ് കാസ്റ്റിംഗ് കോളുകൾ നടത്താറുള്ളത്. ഇങ്ങനെ ആരെയും കാസ്റ്റിംഗ് കോളുകൾക്കായി ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുകൂടെ അവർ വിശദീകരിക്കുന്നു. ഇത്തരം കോളുകളിൽ വഞ്ചിതരാകരുത് എന്നാണ് അവരുടെ വിശദീകരണം. ഈ ദിനിൽ ബാബു പെൺകുട്ടിയെ ഈ പനമ്പള്ളി നഗറിലുള്ള വേഫെയർ ഫിലിംസിന് അടുത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു, കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി. തൻ്റെ ഭർത്താവ് വന്നതുകൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ഇയാൾ സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ തരത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ള പരാതി സൗത്ത് പോലീസിൽ നൽകുന്നു. സൗത്ത് പോലീസ് പരാതിയിൽ കേസെടുത്ത് അന്വേഷണവും തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട് ദിനിൽ ബാബുവിന്റെ പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. ദിനിൽ ബാബുവിന്റെ പേരിൽ പോലീസ് ഈ പെൺകുട്ടിയുടെ പരാതിയിൽ കേസെടുത്ത് സൗത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു പരാതി സൗത്ത് പോലീസിൽ ലഭിക്കുന്നത്. ദിനിൽ ബാബു പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വ്യാജ പരസ്യങ്ങളിൽ പെട്ട് വഞ്ചിതരാകരുതെന്നാണ് വേഫർ ഫിലിംസ് പറയുന്നത്. ഇത്തരത്തിൽ മറ്റാരെയും ആ കമ്പനി കാസ്റ്റിംഗ് കോളുകൾ നടത്താൻ ഏൽപ്പിച്ചിട്ടില്ല. സ്വന്തം നിലയ്ക്ക് കമ്പനിയുടെ ഔദ്യോഗിക പേജുകളിൽ വെബ്സൈറ്റുകളിലും ദുൽഖർ സൽമാന്റെ പേജുകളിലും മാത്രമേ കാസ്റ്റിംഗ് കോളുകൾ വരികയുള്ളൂ. അല്ലാതെ നടക്കുന്ന കാര്യങ്ങൾ കമ്പനിക്ക് ഉത്തരവാദിത്തമില്ലെന്നും അവർ വ്യക്തമാക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും അറിവുകൾക്കും സിനിമാ വിശേഷങ്ങൾക്കുമായി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.